എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കാനഡയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. യാത്രയൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും സേഫായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെട്ടികളെല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നപ്പോൾ വീടിനൊന്നും ഒരു കുഴപ്പമില്ല. അന്ന് എൻ്റെ നേരത്തെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു, നമ്മൾ ക്യാമറ വെച്ച് നാട്ടിൽ നിന്നും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു തിരിച്ചെത്തിയപ്പം. പിന്നെ നമുക്കുള്ള ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലെയും ബാക്ക് യാർഡിലെയും ലോണൊക്കെ ഇച്ചിരി കാട് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് വീടിന്റെ ഫ്രണ്ടിലത്തെ ലോണ്. എല്ലാം നല്ല കാട് പോലെ കിളിച്ചിട്ടുണ്ട്. സാധാരണ ഒരു 3 ആഴ്ച കൂടുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വിടുന്നത്. ഇപ്പം നമ്മളിവിടെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വന്നപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും അങ്ങ് കിളിച്ചത്. അപ്പം നമ്മൾ ബാക്ക് യാർഡിലോട്ട് പോവുകയാണെങ്കിൽ കണ്ടോ, അപ്പുറത്തെ വീട്ടിലെ മരങ്ങളുടെ ഇലകളെല്ലാം കിളിച്ച് നമ്മുടെ ഇങ്ങോട്ട് നിൽപ്പുണ്ട്. നമുക്കാണെങ്കിൽ നമ്മുടെ സൈഡിലോട്ട് ഇങ്ങനെ കിടക്കുന്നതൊക്കെ നമുക്ക് ട്രിം ചെയ്ത് നിർത്താവുന്നതാണ്. ഒരു പൂ, അതിൻ്റെ പേരെന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ നമ്മുടെ ഇങ്ങോട്ട് കിടക്കുന്നത് നമുക്ക് കട്ട് ചെയ്തിടാം. പിന്നെ അതേ ബാക്ക് യാർഡിലെ പോച്ചയുടെ ഹൈറ്റ് കണ്ടോ, അതാണ് ഏറ്റവും നല്ലതായിട്ട് അങ്ങ് കിളിച്ചിട്ടുണ്ട് ബാക്കിൽ. എനിക്ക് ഫ്രണ്ടിൽ ഇത്രയും കാടായിട്ടില്ല. പിന്നെ ബാക്കിലോട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ഏറെ സ്ഥലവും ഉണ്ട്. അപ്പം എന്തേ അവിടാണ് ഭയങ്കരമായിട്ട് കാട് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം വെട്ടി എടുക്കാന്ന് വെച്ചാൽ വലിയൊരു പണിയാണ്. പിന്നെ അതേ കാറ്റടിക്കുമ്പോൾ ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഹൈറ്റ് കണ്ടോ, നല്ല പൊക്കത്തിൽ കിളിച്ചിട്ടുണ്ട്. ഭയങ്കര മഴയായിരുന്നു ഇവിടെയും നമ്മുടെ നാട്ടിലെ പോലെ, അതുകൊണ്ടാണ് ഇത്രയും അങ്ങ് കിളിച്ചത്. പിന്നെ അതേ ഇത് നമ്മുടെ ഒരു ആപ്പിൾ ട്രീ ആണ്. അതെ, ആപ്പിളിൻ്റെ ഇങ്ങനെയാണ് അത് പൂക്കുന്നത്. അപ്പോൾ പൂ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ആപ്പിളിൻ്റെ പൂ ഇരിക്കുന്നത്, നമ്മുടെ നാട്ടിലെ പേരക്കയുടെ പൂ പോലെ. നമ്മുടേതൊരു ചെറിയൊരു ആപ്പിൾ ട്രീ ആണ്. ചിലപ്പോൾ ഒരു 10, 15, 20 ആപ്പിളൊക്കെ കിട്ടും. ഇതൊരു ഗ്രീൻ ആപ്പിൾ പോലത്തേതാണ്. പിന്നെ അതേ അപ്പുറത്തെ വീട്ടിലെ ബാക്ക് യാർഡൊക്കെ കണ്ടോ, അവർ നല്ലതായിട്ട് എല്ലാം കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ടേക്കുന്നത്. നമുക്കും ഇനി അതുപോലെല്ലാം കട്ട് ചെയ്തിടണം. നമ്മൾ വന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറിയിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതാണ്. പിന്നെ അതേ ആ കാണുന്ന വലിയ മരങ്ങളുണ്ടല്ലോ, ഒരെണ്ണം നമ്മുടേത്, ഒരെണ്ണം അപ്പുറത്തെ വീട്ടിലേമാണ്. അത് നമ്മുടെ നാട്ടിലെ ആൽമരമാണ്, ബനിയൻ ട്രീ ഇല്ലേ. വിൻ്ററിലാണ് എല്ലാം ചുള്ളിക്കം പോലിരിക്കുമായിരുന്നു. ഇപ്പം എന്തേ ഇലയെല്ലാം വന്ന് എല്ലാം തളിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് വീടിൻ്റെ പുറമേ ഉള്ള അവസ്ഥയെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ലോണിൻ്റെ അവസ്ഥ കണ്ടല്ലോ. അതൊക്കെ ഇനി നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്തെല്ലാം എടുക്കണം. പിന്നെ നമ്മുടെ പെട്ടിയൊക്കെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിക്കാതെ. അപ്പം ദേ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടികളാണ് എൻ്റെ ചുറ്റും ഇരിക്കുന്നത്. നമുക്ക് 4 ചെക്കിൻ ബാഗാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് വഴിയാണ് വന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ജർമ്മനി, ജർമ്മനിയിൽ നിന്ന് ടൊറൻറ്റോ, പിന്നെ നമ്മുടെ വിജയനയിലേക്ക്. അപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അവർ ഈ ക്യാബിൻ ബാഗും വേ ചെയ്യുന്നത് കേട്ടോ. അതായത് ഇത് നമ്മുടെ കയ്യിൽ വെക്കുന്ന ബാഗ്, അത് വേറെ ഒരു എയർപോർട്ടിലും അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന കണ്ടില്ല. പക്ഷേ ബാംഗ്ലൂർ എയർപോർട്ടിൽ അവർ പ്രത്യേകം അതിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. മാക്സിമം 8 kg വരെയാണ് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ബാംഗ്ലൂർ വഴി വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ, ഈ ക്യാബിൻ ബാഗും അവർ വെയിറ്റ് നോക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ എയർപോർട്ടിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. യാത്രയൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ബാംഗ്ലൂരിൽ 2 days മുന്നേ പോയി സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ട്, നിഖില അരുണ്. അവരുടെ കൂടെയാണ് നമ്മൾ 2 ദിവസം നിന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി ഇല്ല എന്നാലും കുറച്ചായി ഒന്ന് ബാംഗ്ലൂർ സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ ഇച്ചിരി ബിസി ലൈഫാണ്, എന്നാലും അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര സൂപ്പറാണ്. അവർക്കെല്ലാം നല്ല ഈസിലി അവൈലബിൾ ആണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവർക്ക് അവരുടെ തന്നെ കുറച്ച് ലോക്കലായിട്ടുള്ള ആപ്സുകൾ അവൈലബിൾ ആണ്. ബ്ലിങ്കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഗ്രോസറി ആയാലും കോസ്മെറ്റിക് ഐറ്റംസ് ആയാലും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്നൊന്ന് വേണം, നമ്മൾ മറന്നുപോയി എന്തെങ്കിലും എടുക്കുക, പക്ഷെ നമ്മൾ ആ ആപ്പിൽ കയറിയിട്ട് ഓർഡർ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ ഒരു 5 to 10 minutesനകത്ത് സാധനം വീട്ടിലെത്തും. അതെനിക്ക് ഭയങ്കര ഒരു ഞാൻ ഇതുവരെ അങ്ങനെ ഇവിടെ കാനഡയിൽ അങ്ങനെ ഒരു സിസ്റ്റം കണ്ടിട്ടില്ല. 5 to 10 minutesനകത്ത് ഒരു ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അതെൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എനിക്ക് ആ സിറ്റി ഒരുപാട് ഇഷ്ടപ്പെട്ട്. കാണാനാണെങ്കിലും രാത്രിയിലാണ് ഭയങ്കര ലൈവായിട്ടുള്ള ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 2 ദിവസമേ ഉള്ളൂ, എല്ലായിടും ഒന്നും പോകാനൊന്നും പറ്റിയില്ല. പിന്നെ അതുപോലെ ഡ്രസ്സ് എടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഷോപ്പ് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പം നല്ല വിലക്കുറവും ഒക്കെയുള്ള കടകൾ ഒരുപാടുണ്ട്. പക്ഷേ സമയക്കുറവ് മൂലം എല്ലായിടും ഒന്നും പോകാനൊന്നും പറ്റിയില്ല. അപ്പം ചിലതൊക്കെ കുറച്ച് സാധനമൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ദേ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, ഉറങ്ങുമായിരുന്നു. അപ്പം നമ്മുടെ കൂടെ പെട്ടി പൊട്ടിക്കാൻ ഒരാളും കൂടെ വന്നിട്ടുണ്ട്, കാശി. നമ്മൾ പിന്നെ പളനിയിൽ പോയായിരുന്നു നാട്ടിൽ ചെന്നപ്പോഴേ, അങ്ങനെ മുട്ടയടിച്ചതാണിത്. അപ്പം നമ്മുടെ പളനി മുട്ടയാണ് ഈ ഇരിക്കുന്നത്. ഒന്ന് ചിരിച്ച് കാണിച്ചേ കുഞ്ഞെല്ലാവരും, ഒന്ന് ചിരിച്ച് കാണിച്ചേ. അതുകൊണ്ട് അങ്ങോട്ട് നോക്കി ചിരിക്കും. വേണ്ട ഇവിടെ അവിടെ നോക്കി ചിരിച്ചോ. അപ്പം നമ്മൾ പെട്ടി പൊട്ടിക്കാൻ പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ പെട്ടി തുറക്കുവാണ്.
ഓ ഇതേണ്ട കുഞ്ഞിന്റെ ഷൂസ്. ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചാണേ കുഞ്ഞിന്റെ ഷൂസ്. എന്നാ കുഞ്ഞു പിടിച്ചോ. ആ കുഞ്ഞിന്റെ ഷൂസ്. പിന്നെ ഇതെന്തുവാണെന്ന് നോക്കട്ടെ. ഇതാണെങ്കിൽ നമ്മൾ പണ്ട് എത്ര വർഷമായി കാണും, ഒരു 6-7 വർഷത്തിന് മുന്നേ നാട്ടിൽ വെച്ച് കാർത്തിക കൃഷ്ണനായിട്ട് ഒരുക്കിയപ്പം വാങ്ങിച്ച മാലകളൊക്കെയാണ്. ഇപ്പം വീട്ടിൽ ചെന്നപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കുന്നു. അപ്പം ഞാനിങ്ങനെ എടുത്തോണ്ട് വന്നു. നമുക്ക് അടുത്ത വട്ടം കാശിയെ കൃഷ്ണനായിട്ട് ഒരുക്കുവാണെങ്കിൽ കൊടുക്കുക. അതേ ഓടക്കുഴലും പിന്നെ അതേ കുറച്ച് മാലകളും അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇത് പണ്ടത്തെ അതിങ്ങനെ എടുത്തോണ്ട് വന്നതേ ഉള്ളു. അതിവിടെ ഇട്ടിരിക്കട്ടെ. പിന്നെ ഇതെന്തുവാ നോക്കട്ടെ. ഇത് നമ്മള് ഗുരുവായൂർ അമ്പലത്തിൽ പോയായിരുന്നേ, അന്നേരം വാങ്ങിച്ചതാണ് ഇത് കേട്ടോ. നമുക്ക് വിഷുക്കണിയൊക്കെ വെക്കുമ്പോ താലത്തിനകത്തിൽ വെക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് ഇത്. കൊള്ളാം അല്ലേ? ഇതിന്റെ പല കളർ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതെവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മള് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഇവിടെ വിളക്കിന്റെ അവിടെ വെക്കാനും പിന്നെ വിഷുവിന്റെ അന്ന് കണിയൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഇതേ ഒരു ചെറിയ വാൽക്കണ്ണാടിയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് ആണ് തോന്നുന്നത്. ഇതിനകത്തില് നമുക്കിവിടെ കണിക്കൊന്നൊന്നും കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് മഞ്ഞപ്പൂവ് ഇത് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണേ. കണ്ടോ? അങ്ങനെ കണി വെക്കാനുള്ള കുറെ ഐറ്റംസ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറെ ഡ്രസ്സുകളും പിന്നെ എന്താണ് വീട്ടിലേക്ക് വേണ്ട ചില സാധനങ്ങള് പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസ് ഇത്രയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഡ്രസ്സുകളാണ് ഇത് നമ്മൾ വാങ്ങിച്ചതാണ്. ഇത് ഒരു ഷർട്ട് പിന്നെ കുഞ്ഞിൻ്റെ ഉടുപ്പൊക്കെയാണ് ഇത്. ജീൻസ് അതിങ്ങോട്ടൊന്ന് മാറ്റി വെക്കട്ടെ. പിന്നെ ഇത് നമുക്ക് ഒരാൾ തന്നു വിട്ടതാണ്. ഇവിടെ വേറൊരു കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാണ്. അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് മടക്കി ഇങ്ങോട്ട് വെക്കാം. ഇതൊന്നും നമ്മുടെ അല്ല, വേറൊരാൾ തന്നു വിട്ടതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ കാർത്തിയുടെ കൊച്ചിലത്തെ ഫോട്ടോയാണ്. വീട്ടില് ഒരു 3-4 ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരെണ്ണം ഇങ്ങ് എടുത്തോണ്ട് വന്ന് ഇവിടെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ കൊച്ചു കാർത്തി, അത് ഇവിടെ ഇരിക്കട്ടെ. ഇത് നമ്മുടെ കാശിയുടെ ബ്ലാങ്കറ്റ് ആണ്. ഓ ബ്ലാങ്കറ്റിനകത്ത് ഇത് വലിയൊരു ഫോട്ടോ കണ്ടോ. ഇത് നമ്മുടെ ചേട്ടന്റെ ഫോട്ടോ. പണ്ട് കോളേജിൽ എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു നാട്ടില്. അപ്പൊ അവിടുത്തെ ഒരു സ്റ്റുഡന്റ് സന്ദീപ് കണ്ടോ വരച്ചതാണ്. വലിയൊരു ആർട്ടിസ്റ്റ് ആണ് സന്ദീപ്. നല്ല സൂപ്പറായിട്ട് വരച്ചിട്ടുണ്ട് കണ്ടോ. അത് നമ്മളിങ്ങനെ എടുത്തോണ്ട് വന്ന് നമുക്കിവിടെ വെക്കാം. പിന്നെ അതേ കുറച്ച് മൊബൈൽ കേസ്. ഇതും നമുക്ക് എന്താണ് വേറൊരാൾ തന്നു വിട്ടതാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ഫോണിന്റെ കേസുകള് ഇത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ജസ്റ്റ് ഒരു വാട്ടർ ബോട്ടില്. പിന്നെ ഇതെല്ലാം കുറെ ഡ്രസ്സുകളാണ്. ഷോർട്സും ടീഷർട്ട്സും അതേ കുഞ്ഞിന്റെ ഉടുപ്പുകള് ഇതെല്ലാം ഇവിടെ ഇട്ടിരിക്കേ. ഇതെന്തോ നോക്കട്ടെ. അതിൽ വേറൊരാൾ സാധനം തന്നു വിട്ടത്, 2 പേര് തന്നു വിട്ടായിരുന്നു. അവരുടെയൊക്കെ മരുന്നൊക്കെയാണ്. പിന്നെ അതെ ഇതും വേറൊരാൾ തന്നു വിട്ടത്. അവരുടെ എന്താ കമ്മല് മാല വളയൊക്കെ അതൊക്കെ മാറ്റി വെക്കാം. വേറെ ആൾക്കാരുടെ സാധനങ്ങളാണ്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തതാണെന്ന് തോന്നുന്നു. എന്തോ നോക്കട്ടെ. മഞ്ഞൾപ്പൊടിയാണോ? മഞ്ഞപ്പൊടിയാണെന്ന് തോന്നുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് മേടിച്ച വിഷമൊന്നും ഇല്ലാത്ത ശുദ്ധമായ മഞ്ഞപ്പൊടി വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി ഇത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എടുത്തിയൊരു ചുരിദാറായിരുന്നേ. അതിന്റെ ഷോള് അതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഇത് നമുക്കാണെങ്കിൽ അവിടെ നമ്മൾ ഈ തുണി എടുക്കാൻ പോയ കടയിൽ നിന്ന് കിട്ടിയ ബോളാണ്. കൊച്ചു ഗ്ലാസിന്റെ ബോൾ ഉണ്ടല്ലേ, ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. അത് അങ്ങനെ തന്നെ ഇങ്ങനെ എടുത്തോണ്ട് വന്നതാണ്. പിന്നെ അതെ ബൂസ്റ്റ് പാലിനകത്തൊക്കെ ഇട്ട് കുടിക്കാൻ. ഇവിടെ നമുക്ക് എപ്പോഴും ബോൺവിറ്റയാണ് കിട്ടുന്നത്. അപ്പൊ നാട്ടിൽ ചെന്നപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് ബൂസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ട്രിവാൻഡ്രം ലുലു മാളിൽ നിന്നാണ് വാങ്ങിച്ചത്. അവിടെയും വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും പറ്റിയില്ല. എന്താണെന്ന് അറിയത്തില്ല, നാട്ടിൽ ചെന്ന് എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോണും വീഡിയോയുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. അപ്പം ഇനിയും പോകുമ്പോൾ എല്ലാം നല്ലതായിട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേ കണ്ടോ നമ്മുടെ ബൂസ്റ്റ്. ഇത് കണ്ടോ മിച്ചറാണ്. ഇത് അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നു വിട്ടതാണ്. അമ്മ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മിച്ചറാണ്. കണ്ടോ
അത് നമുക്ക് ഇവിടെ ഇട്ടിരിക്കട്ടെ. ഇത് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ കുറച്ച് കുഞ്ഞിൻ്റെ ഒക്കെ ക്രീംസും കാര്യങ്ങളും ഒക്കെയാണ്. അത് നമ്മൾ ഈ ഇതിനകത്തിൽ തന്നെ വെച്ച്, അഥവാ എന്തെങ്കിലും ലീക്ക് ചെയ്യുവാണെങ്കിലൊക്കെ ഇതിനകത്ത് വീട്ടെന്ന് വെച്ചിട്ട് ലിക്വിഡ് ഐറ്റംസ് എല്ലാം ഇവിടുത്തെ ഇതിനകത്തിൽ തന്നെയാണ് വെച്ചത്. അത് ഇരിക്കട്ടെ. പിന്നെ വീണ്ടും കുറച്ച് ഇതെന്തോ ക്രീമാണ് സ്കിന്നിൻ്റെ ഒക്കെ. അത് ഒരാൾ തന്നു വിട്ടതാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതും അങ്ങനെ തന്നെ തന്നു വിട്ടതാന്ന് തോന്നുന്നു. ഒന്ന് നോക്കട്ടെ ഇതെന്തോ നമ്മുടെ ആണോ അതോ വേറെ ആളുകളുടെ ആണോ എന്നൊരു സംശയം. ഇത് നമ്മുടേതാ കേട്ടോ. ഇതിങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുന്നതുകൊണ്ട് പൊട്ടിക്കാൻ ഭയങ്കര പാട്. കത്രികയും കൂടെ എടുത്ത് വെച്ചിട്ടിരിക്കേണ്ടതായിരുന്നു എന്ന് മനസ്സിലായി. ഇത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. എൻ്റെ ഉരുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇത് എന്താണ് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് നമ്മുടെ കൊച്ചു കുഞ്ഞിന് ദേഹത്ത് തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഈ തേങ്ങാപ്പീരൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ എടുക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഉരുക്ക് വെളിച്ചെണ്ണ, അതിലെ ഒരു കുപ്പി നമുക്ക് തന്നു വിട്ടതാണ്. ഇനി വന്നപ്പോഴത്തേക്ക് അത് നല്ല കട്ടിയായിട്ടുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും തന്നു വിടും. അങ്ങനെയാണല്ലോ, അവർക്ക് നമുക്ക് എന്ത് തന്നാലും അവർക്ക് മതിയാവത്തില്ല. അപ്പം നമ്മൾ അതും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും മറ്റേ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാണ് ക്രീം. ഈ ഷാളും വേറൊരു ആളിൻ്റെയാണ്. ഷേവിങ് ഫോം അത് നമ്മുടെയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ക്രീം ഇത് കൂടുതലും മറ്റേ ആളുകളുടെ സാധനങ്ങളാണ് കേട്ടോ. ഈ ക്രീം USB ഒക്കെ വേറെ ആളുകളുടെയാണ്. ഈ 2 ക്രീം നമ്മുടേതാണ്. പിന്നെ ഇത് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയതാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് പിന്നെ ഒന്നും കണ്ടതുപോലും ഇല്ല കേട്ടോ. എൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസും 2-3 വളകളുമായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് ഇത് ഉപയോഗിച്ചതേ ഇല്ല കേട്ടോ. ഒഴിക്കട്ടെ. പിന്നെ ഒരു ഇത് മേടിച്ച് ചായക്ക് ഇടുമ്പോൾ അരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അരിപ്പ നമുക്കിവിടെ ഉണ്ട്. എന്നാലും എക്സ്ട്രാ ഒരെണ്ണം വാങ്ങിച്ച്. അതേണ്ടേ ഇത് കണ്ടോ, ഇതൊരു അടിപൊളി ഐറ്റമാണ്. ഇത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. നോക്കിക്കോ, കണ്ടോ നെറ്റിപ്പട്ടം നല്ല സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. ഒത്തിരി അങ്ങ് വലുതല്ല, എന്നാൽ ഒത്തിരി ചെറുതുമല്ല. കണ്ടോ, നല്ലൊരു നെറ്റിപ്പട്ടം. ഇതിന് എത്രയായിരുന്നു? 1400 രൂപയായിരുന്നേ. ഗുരുവായൂരിൽ നിന്ന് മേടിച്ചോണ്ടാന്ന് തോന്നുന്നു ഇത്ര വിലക്കുറവ്. കാരണം നമ്മൾ വേറെ കടകളിലൊക്കെ ചോദിച്ചപ്പോൾ നല്ല 3000 അങ്ങനെ 3000-ന് മുകളിലൊക്കെ ആയിരുന്നു ഇതിന്റെ വില. അപ്പം ഇത്രയും നല്ല ഒരുമാതിരി നല്ല വലുതാണ് കേട്ടോ. അതപ്പോൾ നമ്മൾ ഇവിടെ ഹാങ് ചെയ്തിടും നമുക്ക് നാട്ടിലെ ഓർമ്മയ്ക്കായിട്ട് കേട്ടോ. ഈ പെട്ടിക്കത്തി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മുടെ തുണികൾ എല്ലാം തീർന്നിരിക്കുകയാണ്. രണ്ടാമത്തെ പെട്ടി തുറക്കുകയാണ്. ഇതിനകത്തിൽ നമ്മൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്തതാണ്. അവിടെ നല്ല വിലക്കുറവുള്ള ഒത്തിരി കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് ടീഷർട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ 199 299 രൂപയൊക്കെയുള്ള നല്ല ടീഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 3 വാങ്ങിച്ചായിരുന്നു. ഒന്നിതാണ്, വേറൊരെണ്ണം ഇത് കാർത്തിയുടെ ആണെന്ന് തോന്നുന്നത്. ഈ കടയുടെ പേര് സ്റ്റുഡിയോ എന്നാണ് കേട്ടോ. അവിടെയാണ് ഏറ്റവും നല്ല വിലക്കുറവിൽ നല്ല തുണി കിട്ടിയത്. എല്ലാ കടകളിലും ഒന്നും കയറാൻ പറ്റിയില്ല. പിന്നെ ഞാനൊരു ലോങ് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കാണാവോ? കണ്ടോ, ഇതിന് എത്രയാണ്? 799 കണ്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ടീഷർട്ട്സുകളാണ്. ഇതൊന്നും വലിയ വിലയില്ല, എല്ലാം 199 200 രൂപയൊക്കെ ഉള്ളൂ. പക്ഷെ നല്ല നല്ല തുണിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതെല്ലാം ടീഷർട്ട്സ് ആണ്. എൻ്റേതും ഉണ്ട്. ഈ പൂവൊക്കെ ഉള്ളത് എൻ്റേതാണ്. ബാക്കിയെല്ലാം കാർത്തിയുടെയാണ് കേട്ടോ. കാർത്തിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് വേണ്ടി വരുന്നത്. കാരണം ഇന്ന് ഇടുന്നത് നാളെ അവന് ചേരത്തില്ല. എപ്പോഴും നീളം വെക്കുക പെട്ടെന്ന്. അപ്പം ഇത് കൊച്ചു കുഞ്ഞിൻ്റെയാണ്. അവനൊരു ഉടുപ്പ് എടുത്തുള്ളൂ. പിന്നെ ഇതും ഞാൻ വാങ്ങിച്ച ടീഷർട്ട്. ഇതെല്ലാം ടീഷർട്ടുകളാണ്, ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ എൻ്റെ ടോപ്പാണ്. പിന്നെ ഈ ഷോർട്സ് നമ്മൾ ചേട്ടൻ്റെ ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് എത്രയായിരുന്നു? ഇതിനകത്ത് വില ഉണ്ടല്ലോ 499 500 രൂപ. ഇവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ നല്ല ലാഭമാണ്. അത് നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ്. അതിൽ 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൊച്ചു കുഞ്ഞിൻ്റെ ഉടുപ്പുകൾ. ഇത് ഞാൻ നാട്ടിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോയ എൻ്റെ ടോപ്പാണ്. പിന്നെ ഷോർട്സുകൾ
ഇതെന്തോ, ഇത് നമ്മുടെ എന്താണ് നാട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ചൂലിൻ്റെ പകുതിയാണ്. അതേ അതിൻ്റെ പിടികൾ അതെല്ലാം പൊട്ടാതിങ്ങി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ തൂത്തിട്ട് ഇതിനകത്തോട്ട് തന്നെ കോരി എടുക്കുമല്ലോ, അത് അങ്ങനെ വാങ്ങിച്ചാണ്, നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ പ്രൈസ് 218 നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ ഇനി തൂക്കുന്ന ഒരു ഇതും കൂടെ ഉണ്ട്, അത് ഇതിനകത്ത് കാണും, കണ്ടില്ലേ ഇപ്പോൾ. വീണ്ടും ടീഷർട്ട്, പിന്നെ ജീൻസിന് നല്ല വിലക്കുറവുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. എല്ലാം എത്രയാണ് 699 799 നല്ല ജീൻസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് 2 ഞാൻ എടുത്തു, കാർത്തിക്കിന് 2 എടുത്തു. ഇതൊരു ഷോർട്സ് ആണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് തുണി കൊണ്ടുപോയി കേട്ടോ. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നെന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിടുന്നതാണ് നമുക്ക് വെയിറ്റ് ആണെങ്കിലും ബാലൻസ് ചെയ്യാനായിട്ട്. ഇവിടുന്ന് അധികം തുണി കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ 3-4 എൻ്റെയൊക്കെ ഇതെല്ലാം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയതാണ് കേട്ടോ, കുറേ ടോപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഷൂസ്, ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച ടോപ്പാണ്. ഇതിൻ്റെ വില ഉണ്ട് 500 രൂപയേ ഉള്ളൂ. നല്ലൊരു വൈറ്റ് ടോപ്പ്, ഫുൾ സ്ലീവ് ആണ്. ഇത് നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ അവരവിടെ വാങ്ങിച്ചു വെച്ചാണ് വീട്ടിലിടാനുള്ള ചെരുപ്പ്. അതും നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ എന്താ ഇത് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയതാണ്. ഞാൻ ഈ തുണി ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു കേട്ടോ, വെറുതെ ഉള്ള വെയിറ്റും. ഇത് കുഞ്ഞിൻ്റെ. പിന്നെ ഒരു ടോയ് കാർത്തി അവിടെ ചെന്നപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ മുമ്പേ ഞാനൊരു ബൂസ്റ്റ് വാങ്ങിച്ചില്ല, അതുപോലെ ഹോർലിക്സിന്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലുലു മാളിൽ നിന്ന് തന്നെയാണ്. അതെ, ചൂലിന്റെ ബാക്കി ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതിനൂടെ വെച്ചേക്കാം. പിന്നെ എന്താണ്, ഇതൊക്കെ ഞാൻ ഇവിടെ പിന്നെ കുഞ്ഞിന് നമ്മളൊരു ഏത്തക്കാപ്പൊടി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കുഞ്ഞിന് ഇനി തൊട്ട് കുറുക്കൊക്കെ കൊടുക്കാൻ. കുറുക്കൊന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ല, ഇനിയും തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഏത്തക്കാപ്പൊടി കിട്ടിയിട്ടുണ്ട്. പിന്നെ പിയേഴ്സിൻ്റെ സോപ്പ് ഇവിടെയും കിട്ടും, എന്നാലും എന്താണ് ഇത്രയും വലിയ പീസുകൾ കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മൾ അതിലെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചങ്കീന്, പിന്നെ തേയില കണ്ണൻദേവൻ്റെ ഒരു പാക്കറ്റ്. പിന്നെ എല്ലാം നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോയ കുറേ തുണികളൊക്കെയാണ്. ഇതിനകത്തിലല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനകത്തിലൊക്കെ ഉണ്ടോ നോക്കട്ടെ, സൈഡിൽ ഇല്ല, ഇതിനകത്തൊരു കവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പെട്ടിക്കകത്തിൽ. ഇനി നമുക്ക് അടുത്ത പെട്ടി പൊട്ടിക്കാം. നമ്മുടെ 3ാമത്തെ പെട്ടി തുറക്കാൻ പോവുകയാണ്. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. മറ്റേ പെട്ടിക്കകത്ത് തുണി മാത്രമേ ഉള്ളായിരുന്നു, പക്ഷെ ഇതിനകത്ത് നല്ല വെയിറ്റ് ഉണ്ട്. ഇച്ചിരി ഇങ്ങോട്ട് നീക്കട്ടെ. ഈ ജീൻസൊക്കെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയതാ കേട്ടോ, നല്ല വെയിറ്റ്. ഇത് നമ്മള് വീട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ടതാണേ. നമ്മുടെ ഉണങ്ങിയ കപ്പ, വറ്റൽ കപ്പ വറ്റൽ എന്നാണല്ലോ പറയുന്നത്. അത് ഒരു പാക്കറ്റ് ഉണ്ട്. എത്ര ആണെന്നറിയില്ല, കുറേ ഏറെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഷൂസ്, ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണേ. ഇങ്ങനത്തെ മോഡലൊന്നും ഇവിടെ കണ്ടിട്ട് പോലും ഇല്ല. ഒട്ടും വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കളറുമാണ്. ഇതെല്ലാം ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ വീണ്ടും അടുത്ത കപ്പ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ കപ്പ മറ്റേ ഉപ്പേരി പോലല്ല അരിഞ്ഞേക്കുന്നത്, ഇതല്ലാതെ ഇങ്ങനെ കൊത്തി അരിയത്തില്ലേ, വേവിക്കാൻ ടൈപ്പില്, അങ്ങനത്തേതാണ്. ഇതും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും കൂടെ തന്നതാണ്. പിന്നെ എന്താ, ഒരു മുൾട്ടാണി മെത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഫേസ് പാക്ക് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇത് ലുലു മാളിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ തുണികളാണ്. ഇത് കുഞ്ഞിൻ്റെ അന്ന് ഇവിടുന്ന് കൊണ്ടുപോയതാണ്. പിന്നെ കുഞ്ഞിന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഓണത്തിനൊക്കെ വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്, കണ്ടോ, ഒരു കൊച്ചുമുണ്ടും. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് വലുതാകുമ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇവിടുന്ന് കൊണ്ടുപോയ കുറച്ച് തുണികളൊക്കെയാണ് ഇതിനകത്ത് വേറെ ഒന്നും കാണുന്നില്ല. പിന്നെ അതായത് കുഞ്ഞിൻ്റെ ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ബ്ലെൻഡർ കണ്ടത്.
അപ്പോൾ ഈ സൈഡ് തീർന്നിരിക്കുകയാണ്. കുറച്ച് തുണികൾ മാത്രമേ ഉള്ളൂ. ആ പെട്ടിയുടെ ഇപ്പുറത്തെ സൈഡ് നോക്കിയിട്ട് കണ്ടോ, ഇത് കണ്ടായിരുന്നു ഇതിനകത്ത് വെയിറ്റ്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു കുക്കറാണ്. കണ്ട 5 ലിറ്ററിൻ്റെ ഒരു കുക്കറെ വാങ്ങിച്ചുള്ളൂ. നമുക്ക് 2 ഇവിടെ ഇരിപ്പുണ്ട്. അതിനൊന്നും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു സ്പെയർ ആയിട്ട് ഒരെണ്ണം കൂടെ വാങ്ങിച്ച് വെക്കുവാണ്. കണ്ട എപ്പോഴും പോയി വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര വിലയുവാണ്. നമ്മൾ ഒരു കുക്കർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതേ കോസ്മെറ്റിക്സിൻ്റെ കണ്ണിലൊക്കെ എഴുതാനുള്ള കാജലിൻ്റെ സ്റ്റിക്ക്. പിന്നെ അതേ എന്താണ് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എടുത്തതാണ്. ഭക്ഷണയിലയും പെരിഞ്ചീരകവും എല്ലാം കൂടെ ഉള്ള മിക്സ്. ഇതിന് നമ്മൾ പൊടിച്ചെടുക്കണം. പിന്നെ നമ്മളൊരു ഗീ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ എപ്പോഴും നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഗീ ആണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരെണ്ണം മിൽമയുടെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് മുളക് പൊടി. ഇതെല്ലാം വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ചതാണ്. മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഞാൻ ഓരോ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു മീറ്റ് മസാല, ഒരു ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. ഇതെന്തുവാ? ഇതും മല്ലിപ്പൊടി തന്നെയാണ്. ഇത് നമ്മുടെ കുക്കറിൻ്റെ വിസിലും അതിൻ്റെ മാനുവലും ഒക്കെയാണ്. കുക്കറിൻ്റെ ലിഡ്. പിന്നെ അതുപോലെ തന്നെ മസാലക്കൂട്ട് വീണ്ടും ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് പൊടിച്ചെടുക്കണം ഗരം മസാലയൊക്കെ. പിന്നെ നമ്മുടെ കായപ്പൊടി, സാമ്പാറൊക്കെ വെക്കുമ്പോൾ എടുക്കാനുള്ള കായപ്പൊടി. പിന്നെ ഇതേ കുറേ ഷേവിങ് റൈസർ അല്ലേ, കുറച്ച് ഷേവിങ് റൈസർ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്താ പീൽ ഓഫ് ആണ്. ഹിമാലയയുടെ കുറച്ച് ചാർക്കോളിൻ്റെതും പിന്നെ ഓറഞ്ചിൻ്റെ പീൽ ഓഫ് ആണ് വലിച്ചു വെക്കുന്നത്. ഇത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചാണോ ബ്രഷ്? ഇതെന്ത്? ഇത് നമ്മൾ ലുലു മാളിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ് ഈ പാത്രം. പെരിഞ്ചീരകവും ഒക്കെ. ഇതെങ്ങനെയുണ്ട്? ഗ്ലാസിൻ്റെ ലിഡാണ്. അങ്ങനെ 2 ഉണ്ട്. അതിൻ്റെ ഒരു ചെറുതുമുണ്ട്. ഒരു ക്രീമാകുന്നത് കണ്ടോ. ലുലു മാളിലൊരു ഓഫർ ഉണ്ടായിരുന്നു. ഈ 2 കൂടെ 800 രൂപയായിരുന്നു കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട്. ഇങ്ങനത്തെ പാത്രമൊന്നും ഇവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് 2 വാങ്ങിച്ചു. അപ്പോൾ ഈ പെട്ടിയിൽ ചുമ്മാ ഇത്രയും വെയിറ്റ് വന്നത്. കുക്കറും പാത്രങ്ങളും പിന്നെ നമ്മുടെ മസാലപ്പൊടികളും എല്ലാം ഈ പെട്ടിക്കകത്തായിരുന്നു. അപ്പം ഒന്നും കുഴപ്പമില്ല, അതെല്ലാം സേഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പെട്ടി, 4ാമത്തെ പെട്ടിയാണ്. ഇതിനകത്താണ് നമ്മുടെ കഴിക്കാനുള്ള ഐറ്റംസ് ഒക്കെ. ഇത് കണ്ടോ, ഇത് നമ്മളോട് ഒരാൾ പറഞ്ഞു വിട്ടതാണ് ഹെയർ ഡൈ വാങ്ങിക്കാൻ. എല്ലാം തുറന്നൊക്കെ പോന്നു. 2 പാക്കറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു. കണ്ടോ അത്. പിന്നെ ഇതെന്തുവാ? ഇതും വീട്ടിൽ നിന്ന് തന്നെ ചമ്മന്തിപ്പൊടിയാണ്. പിന്നെ നമ്മൾ പക്കാവട, ഉപ്പേരി, മിക്സർ. ഇത് ഒരു 2-3 കവർ എടുത്ത് ഇവിടെ ഉള്ളവർക്കും കൂടെ ഒക്കെ കൊടുക്കണമല്ലോ, ഫ്രണ്ട്സിനൊക്കെ. അതിന് വേണ്ടി 2-3 കവർ വെച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വെക്കുവാണ്. അതെല്ലാം ആദ്യം ഉണ്ട. ഇതെല്ലാം കഴിക്കാനുള്ളതാണ്. മിക്സറും. പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മിക്സിയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് എന്താണ് 110 വോൾട്ടിന്റെ മിക്സിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ചോദിച്ച് വാങ്ങിച്ചതാണ്. നമുക്കിവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. അതാണെങ്കിൽ ഈ സെയിം കമ്പനി തന്നെയാണ്, പ്രീതിയുടെ 110 വോൾട്ടിന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. അതും ഇപ്പോൾ 6 വർഷം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരെണ്ണം കൂടെ വാങ്ങിച്ച് വെച്ചേക്കുവാണ്. ഇതിപ്പോൾ തൽക്കാലം ഉപയോഗിക്കല്ല, ഇവിടെ ഇട്ടിരിക്കട്ടെ. പിന്നെ ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച ഷൂസാണ്. ഇതിന് 500 രൂപയുള്ളൂ കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഈ വിലയ്ക്ക് ഒന്നും കിട്ടത്തില്ല. കണ്ടോ, നല്ലൊരു ഷൂ, കാർത്തിക്കാണ്. കണ്ടോ, ഈ കടയിലാണ് നമ്മൾ പോയത്, സ്റ്റുഡിയോ. അവിടെ ഷൂസ് വാങ്ങിച്ചു. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ സോക്കർ, ഫുട്ബോളൊക്കെ കളിക്കുമ്പം ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷൂസും വാങ്ങിച്ചിട്ടുണ്ട്. സോക്കറിനൊക്കെ ഇടാൻ പറ്റിയ ബൂട്ട്സ് കണ്ട. പിന്നെ നമ്മുടെ കൊച്ചു കുഞ്ഞിന് റാഗിയുടെ ഒരു സീരിയൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കുറുക്കൊക്കെ കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ പെട്ടിക്കകത്തായിരുന്നു കേട്ടോ കഴിക്കാനുള്ള ഐറ്റംസ് ഫുള്ള്.
ഇതെന്തുവാ കുഞ്ഞിൻ്റെ ഇനത്തിലാണല്ലോ കുഞ്ഞ്. ഓ ഇതും ചമ്മന്തിപ്പൊടി തന്നെയാണ് തോന്നുന്നു കേട്ടോ. ചമ്മന്തിപ്പൊടിയാണ്. നല്ല മണം, തുറന്നപ്പോൾ ചമ്മന്തിപ്പൊടിയുടെ നല്ല മണം. ഇതെന്തുവാ നോക്കട്ടെ. അയ്യോ ഇതാ മഞ്ഞപ്പൊടി കേട്ടോ. നാട്ടിലെ ശുദ്ധമായ മഞ്ഞപ്പൊടി ഇതായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചത് മഞ്ഞപ്പൊടി അല്ല, ഇപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. എന്തുവാ സാമ്പാർ മസാലയാണ്. വീട്ടിൽ അമ്മ തന്നെ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ചൂടാക്കി പൊടിച്ചു തന്ന സാമ്പാർ പൊടിയാണ്. ഞാൻ മുമ്പേ കണ്ടിട്ട് മഞ്ഞപ്പൊടിയാന്ന് വിചാരിച്ചത്. അത് നമ്മുടെ സാമ്പാർ പൊടിയാണ്. ഇപ്പൊ കണ്ടതാണ് മഞ്ഞപ്പൊടി. പിന്നെ അതേ നമ്മുടെ മിക്സിയുടെ ജാറ്, 3 ജാറുണ്ടല്ലോ. ഇത് ഏറ്റവും ചെറുത്. പിന്നെ നമ്മുടെ പപ്പടം ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചാണ് പപ്പടം. പിന്നെ മിക്സിയുടെ ബാക്കി പാർട്സുകളൊക്കെയാണ്. അപ്പൊ ഈ പെട്ടി കാലിയായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെക്കിൻ ബാഗ് 4 കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ക്യാബിൻ ബാഗിനകത്തിൽ എന്തൊക്കെയാണെന്ന് നോക്കാതെ. അപ്പൊ നമ്മുടെ ഈ ക്യാബിൻ ബാഗിനകത്തില് നമ്മള് ജീൻസ് ആണ്. നല്ല വിലക്കുറവുണ്ടായിരുന്നു. ഇത് നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ അതേ ഒരു ഹാൻഡ് ബാഗും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഷോപ്പിംഗ് മാളിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഒത്തിരി വലുതല്ല, അത്യാവശ്യം നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പിടിക്കാൻ നല്ല. ഇതിനകത്തിരുന്ന് ഇച്ചിരി അമങ്ങിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അന്നേരം കാണാൻ. ഇപ്പോഴും കുഴപ്പമില്ല കണ്ടോ. നല്ലൊരു കൊച്ചു ബാഗ്. ഇത് നമ്മുടെ ചേട്ടന്റെ ജീൻസ് ഒക്കെയാണ്. ഇത് നാട്ടില് നമ്മുടെ ബാംഗ്ലൂർ അല്ല നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ റീല് കണ്ടിട്ട് കുറെ കടകളിലൊക്കെ പോയായിരുന്നു. അതിന്റെ കഥ ഞാനിപ്പോൾ ലാസ്റ്റ് പറയാതെ. ഇത് നമ്മുടെ അടുത്ത് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. 2 ലോങ് ടോപ്പ് കണ്ടോ, നല്ല കളറ്. അത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇനി അടുത്ത ക്യാബിൻ ബാഗ് തുറക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഐറ്റം ആയിരുന്നു, ബെഡ്ഷീറ്റ്. ഇവിടെ ആണെങ്കിൽ നല്ല ബെഡ്ഷീറ്റുകളൊന്നും കിട്ടത്തില്ല. എല്ലാം പോളിസ്റ്റർ പോലത്തെ. അപ്പൊ നമ്മളൊന്ന് കിടന്നിട്ടാണ് എഴുന്നേൽക്കുമ്പോൾ അങ്ങ് നമ്മുടെ കൂടിങ്ങി വരും. അങ്ങനത്തെ ഷീറ്റായിരുന്നു ഇവിടെ. അപ്പൊ നമ്മൾ നല്ല കോട്ടന്റെ നല്ല അടിപൊളി ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ബാംഗ്ലൂരിൽ നിന്നാണ്. ഇതിന് ശരിക്കും 2000 രൂപയാണ് ഒരു പീസിന്. പക്ഷെ അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ 640 രൂപയായതേ ഉള്ളൂ ഒരെണ്ണത്തിന്. അതും കിങ് സൈസിന്റെ ഷീറ്റാണ്. കണ്ടോ, ജസ്റ്റ് ഒന്ന് നൂത്ത് കാണിക്കാം. ഇത് നമ്മൾ ബാംഗ്ലൂരില് ഇവിടെ ഫിനിക്സ് മാളാണോ, ആ മാളിനകത്തിൽ തന്നെ ലുലു എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, ലുലുവിന്റെ. അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. നമ്മൾ 3 ബെഡ്ഷീറ്റ് വാങ്ങിച്ചേ. ഒരെണ്ണം ഇതാണ്. പിന്നെ രണ്ടാമത്തെ ഉണ്ടോ, എല്ലാം കിങ് സൈസ് ആണ്. പിന്നെ 2 പില്ലോ കവറും കണ്ടോ. 640 രൂപയ്ക്ക് ഭയങ്കര ലാഭമായിരുന്നു. അത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് 3 ഷീറ്റുകൾ കണ്ടോ. അതിന്റെ പില്ലോ കവർ കണ്ടോ. അങ്ങനെ 3 ബെഡ്ഷീറ്റ്. ശരിക്കും ബാംഗ്ലൂരിൽ എല്ലാ കടകളിലും ഒന്ന് കയറി ഇറങ്ങണമെന്നുണ്ടായിരുന്നു. നല്ല വിലക്കുറവുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയില്ല. ഇനി അടുത്ത വട്ടം പോകുമ്പോൾ നമ്മൾ ആ കുറവ് നികത്തേണ്ടതാണ്. പിന്നെ നമ്മുടെ കുറച്ച് ടീഷർട്ട്. ഈ കാർത്തിക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവന് കുറെ ടീഷർട്ട്സ് വാങ്ങിച്ചു. എല്ലാം വിലക്കുറവാണ്. 199 രൂപയുള്ളൂ. അതുകൊണ്ടാണ് കുറെ വാങ്ങിച്ചത്. കുറേന്ന് വെച്ചാൽ ഒരു 5-8 വാങ്ങിച്ചു. പിന്നെ ഇതിനകത്തിൽ ശർക്കര വരട്ടി ഒന്നും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബാംഗ്ലൂരിൽ നമ്മുടെ കസിന്റെ വീട്ടിലിരുന്ന കരിപ്പട്ടിയാണ്. കുഞ്ഞിന് കുറുക്ക് കൊടുക്കുമ്പോൾ ഇടാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തതാ കേട്ടോ. ഞാൻ ഓർത്ത് ഇത് ഈ ക്യാബിൻ ബാഗിനകത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അവരെടുത്ത് കളയുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇത് നമ്മൾ ഈ ക്യാബിൻ ബാഗിനകത്ത് തന്നെ വെച്ചാണ് കൊണ്ടുവന്നത്. ഇതെല്ലാം ടീഷർട്ടുകളും. ഇത് നമ്മളെ നിക്കി എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു ഷർട്ടാണ്, ടോപ്പ്. കൊള്ളാല്ലേ ഇതൊക്കെ. ഇത് നിക്കി നമ്മുടെ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ച, നിക്കി എന്നാണ് നിഖിലെ ഞാൻ വിളിക്കുന്നത് കേട്ടോ. അവര് വാങ്ങിച്ചാണ്. കുഞ്ഞിനും കാർത്തിക്കും എനിക്കും ചേട്ടനും ഒക്കെ അവര് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാമാണ് ഇതിനകത്ത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ്. പിന്നുണ്ടല്ലോ, നമ്മൾ റീല് കണ്ടിട്ട് 2 കടകളിൽ പോയിട്ടുണ്ടായിരുന്നു ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലക്കുറവാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ഞാൻ ചെന്നിട്ട് ആ റീൽസിൽ കണ്ട് ഒന്നും നമുക്ക് കിട്ടിയില്ല. അവർ പറഞ്ഞു ഭയങ്കര വിലക്കുറവാ, ഭയങ്കര ക്വാളിറ്റി മെറ്റീരിയലാന്ന് പറഞ്ഞു. ഞാൻ കോട്ടയത്തും പോയി കരുനാഗപ്പള്ളിയിലും പോയി. 2 ഇടത്തും അവർ കാണിച്ച ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടില്ല. എനിക്കറിയത്തില്ല എല്ലാവർക്കും ഇതാണോ സ്ഥിതി എന്നറിയത്തില്ല. പക്ഷെ ഞാൻ പോയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല.
പിന്നെ അവർ പറഞ്ഞ മെറ്റീരിയലോ വിലയിലുള്ള ഡ്രസ്സ് ഞാൻ കോട്ടയത്ത് ആ സ്റ്റോറിൽ കണ്ടായിരുന്നു. പക്ഷെ അത് ഒരു നനയ്ക്ക് പോലും ഇല്ല. അതുകൊണ്ട് അവിടുന്ന് വാങ്ങിച്ചില്ല. വെറുതെ അവിടെ വരെ പോയതായി മിച്ചം. കരുനാഗപ്പള്ളിയിലും സെയിം ആയിരുന്നു. അവരുടെ ടോപ്സ് ഒക്കെ കണ്ടപ്പോൾ അവിടുത്തെ ഭയങ്കര രസമുള്ള നല്ല വിലക്കുറവ് 700-800 രൂപ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നിട്ട് ആ വിലയുടെ ടോപ്പുകളൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ എല്ലാത്തിനും നല്ല വിലയായിരുന്നു ആ കടയിൽ നിന്ന്. അതുകൊണ്ട് ഒന്നും അവിടുന്ന് വാങ്ങിച്ചില്ല. കാരണം നമ്മൾ കണ്ട പ്രതീക്ഷയിൽ പോയത് വേറൊരു ഇതിലായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട് ഇത് കണ്ടിട്ട് എന്താ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഒന്നും വാങ്ങിച്ചില്ല. അപ്പം റീൽസ് കണ്ടിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ ഒന്ന് റിവ്യൂസ് അത് അറിയാവുന്നവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. നമുക്ക് അത് ശരിയായില്ല. പിന്നെന്താ, പിന്നെ നാട് ഒരുപാട് മിസ് ചെയ്യും. പിന്നെ നാട്ടിൽ ചെന്നിട്ട് ഒത്തിരി വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെന്നിറങ്ങിയ സമയത്ത് ഭയങ്കര ചൂടായിരുന്നേ. അപ്പം നമുക്ക് ഭയങ്കര വീഡിയോസ് ഒന്നും വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഒന്നും എടുക്കാനൊന്നും തോന്നിയില്ല. പിന്നെ അതുമല്ല എല്ലാവരെയും കണ്ട് വീട്ടുകാരെയൊക്കെ കണ്ട് ചേട്ടൻ്റെ മക്കളെയൊക്കെ കണ്ട് അവരുടെ കൂടെ ഒക്കെ കളിച്ച് സമയമൊക്കെ അങ്ങനെ അങ്ങ് പോയി. ഒന്നും വീഡിയോ ഒന്നും അല്ല, ഫോണേ എടുക്കാൻ തോന്നിയില്ല. കാരണം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പോയി എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ പോയപ്പോഴത്തേക്കും വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ വിട്ടുപോയി. നമുക്കതിനെപ്പറ്റി നമ്മളൊന്നും ഓർത്തുമില്ല. ഇനി അടുത്ത വട്ടം പോകുമ്പോൾ വേണം എല്ലാം നല്ലതായിട്ടൊക്കെ എടുക്കാൻ. പിന്നെ എന്താണ്, കുറച്ച് ദിവസമല്ലേ ഉള്ളായിരുന്നു നമ്മളവിടെ, 10-25 ദിവസമേ ഉള്ളായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോകണമായിരുന്നു. അവിടെയൊക്കെ പോയി. പിന്നെ ഒത്തിരി റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഒക്കെ എല്ലാവരെയും ഒന്ന് ഓടിച്ചാടി കണ്ടു. അപ്പോൾ ഒന്നിനും സമയം തികഞ്ഞില്ലെന്ന് പറയാം. അങ്ങനെ നമ്മൾ നാട്ടിൽ പോയി എല്ലാം സന്തോഷമായിരുന്നു, എല്ലാവരെയും കണ്ട്. അപ്പം നമ്മൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇതാണ്. ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നത്. അപ്പം ഇനി നമ്മൾ ഇവിടെ കാനഡയിലെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ഇടാം. അപ്പം വേറെ വിശേഷവുമായി വേറെ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. കുഞ്ഞിന് ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ.